ഞങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏത് ദിക്റെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. എന്നൊരു മനുഷ്യനതാ പടച്ചവനെ ഈ ദിക്ർ പറഞ്ഞു കഴിഞ്ഞ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. വലിയ പ്രതിഫലമാപങ്ങള്, വലിയ പ്രതിഫലമാപങ്ങള്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ഈ ദിക്ർ ഏതെങ്കിലും ഒരു മനുഷ്യൻ 100 പ്രാവശ്യം പറഞ്ഞാൽ പടച്ചവനെ അവന് നന്മ എഴുതുകയാണ്, അവന് പടച്ചവനെ ദറജ ഉയർത്തുകയാണ്, അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. രണ്ടാമത്തെ ദിക്ർ ഏതെന്നറിയോ? പെങ്ങളെ, എല്ലാവരും അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ. പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? പാപം ചെയ്യാത്ത ആരുമില്ല. ഞാനും നിങ്ങളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. ആ തെറ്റുകൾ ചെയ്തവർക്ക് ആ പാപങ്ങൾ കഴുകി കഴിയാനുള്ള രണ്ടാമത്തെ വഴി എന്തെന്നറിയോ? 5 വഖത്ത് നിസ്കരിക്കുമല്ലോ, 5 വഖത്ത് നിസ്കരിക്കുമല്ലോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഇമാം ദുആ ചെയ്യുമല്ലോ. സുന്നത്ത് നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. ഈ 3 ദിക്ർ പറയാൻ പറ്റുമോ? പെങ്ങളെ, നിനക്കതിന്റെ പ്രതിഫലം അറിയില്ല. വഅല കേൾക്കാമെന്നവരോട്, സലാം വീട്ടി കെട്ടി ഇറങ്ങി ഓടുന്നവരോട് നിനക്കതിന്റെ പ്രതിഫലം അറിയാനട്ടാ. പായിപ്പാട് നിന്ന് 14ഓളം ഹാജിമാര് കഅബാലയത്തിലേക്ക് പോയല്ലോ. പലരും പോകാനിരിക്കുകയാണ്. അല്ലാഹു അവരുടെ യാത്ര എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു ഇരിക്കുന്ന നമ്മൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, പടച്ചവനെ ഹജ്ജിന്റെ കൂലി വേണോ? പായിപ്പാടുള്ള പെങ്ങളോട്, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഹജ്ജ് ചെയ്ത കൂലി വേണോ? മോളെ, നിനക്ക് ഹജ്ജ് ചെയ്ത കൂലി വേണോ? ഉസ്താദേ, വാടക വീട്ടിൽ കിടക്കുന്നവളാ, പാവപ്പെട്ടവളാ, എനിക്ക് പൈസയില്ലാത്തവളാ, ഹജ്ജ് ചെയ്യാൻ എനിക്ക് ഒരു വഴിയുമില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന എൻ്റെ ഉമ്മയോട് ഞാൻ പറയട്ടെ, ഹജ്ജ് ചെയ്ത കൂലി വേണോ ഉമ്മ? ആർക്കാണ് ഹജ്ജ് ചെയ്ത കൂലി വേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഫർദ് നമസ്കാരം കഴിഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം, 33 പ്രാവശ്യം, 34 പ്രാവശ്യം ഈ ദിക്ർ നീ പറഞ്ഞ, ഈ ദിക്ർ നീ പറഞ്ഞ അല്ലാഹു 2 പ്രതിഫലം തരും. അല്ലാഹു 2 പ്രതിഫലം തരും. ഒന്ന്, നിന്റെ ജീവിതത്തിൽ വന്ന പാപം അല്ലാഹു പുറത്തു തരും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. നബി തങ്ങൾ പറയുന്നു, ഹജ്ജ് ചെയ്തവന് പ്രതിഫലം സ്വർഗ്ഗമാണ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറഞ്ഞു, അവന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്നാ. പെങ്ങളെ, നിസ്കാരപ്പായിലിരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഈ ദിക്ർ പറഞ്ഞ നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു നിന്നെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. നബി തങ്ങളെ സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസ. നബി തങ്ങൾ പറഞ്ഞു, 2 ഉമ്മമാരെ
ഇത് സാധാരണ ദിക്റല്ല, അതിന് സാരമാക്കി കളയേണ്ട ദിക്റല്ല. ഇത് പറഞ്ഞ നിനക്ക് ഹജ്ജിന്റെ കൂലിയാ, നിനക്ക് ഹജ്ജിന്റെ കൂലിയാ. ഒരു ദിവസം 5 ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യമാ, 5 ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടും പെങ്ങള്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാന്റെ റസൂല് പറയുന്ന പാപങ്ങൾ പൊറുക്കാറുള്ള രണ്ടാമത്തെ വഴിയോ പടച്ചവനെ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ പറയലാ.